വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കീകളാണ്. മനസ്സിലായോ? ഒന്ന് ചെറിയ ഇയും ഒന്ന് വലിയ ഇയുമാണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഒരെണ്ണത്തിന് ഇടതുവശത്താണ് വള്ളി, ഒരെണ്ണത്തിന് വലതുവശത്താണ്. പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രയോഗം വ്യത്യസ്തമാണ് കേട്ടോ. ശരി, അപ്പൊ ആദ്യം തന്നെ ഈ കീ നോക്കാം. ഇടത്ത് വശത്തോട്ട് വള്ളിയിട്ടിരിക്കുന്നത്. ഓക്കെ, ചെറിയ ഇ ആണത് കേട്ടോ. ശരി, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, രണ്ട് വാക്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കീ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അത് മാത്രമല്ല, ഈ കീ വരുന്നത് നമ്മൾ ചെയ്യുന്ന ക്രിയ ഉണ്ടല്ലോ, ചെയ്യുന്ന കാര്യങ്ങൾ, ആ ക്രിയക്ക് ബാധാണ്. മീൻസ് ക്രിയ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ കീ വരുന്നത്. എക്സാമ്പിൾ പറയട്ടെ. ഉസ്നെ കഹാ കി വോ ബസാർ ഗയാ താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്നെ കഹാ കി, കഹ എന്ന് പറഞ്ഞാൽ പറയാ അല്ലേ. അപ്പൊ അതൊരു ക്രിയയാണ്. മനസ്സിലായി? അതിന് ശേഷമാണ് ഈ കീ വന്നത്. അപ്പൊ രണ്ട് സെന്റൻസ്, ഉസ്നെ കഹാ കി, ഉസ്നെ കഹ അവൻ പറഞ്ഞു അല്ലേ, അതൊരു സെന്റൻസാ. വോ ബസാർ ഗയാ താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാർക്കറ്റിൽ പോയിരുന്നു അല്ലേ. അപ്പൊ ഇതിന് രണ്ടിനും, ഈ രണ്ട് സെന്റൻസിനും ബീച്ചിൽ നടുക്കിലാണ് എന്ത് വന്നത്, കീ വന്നത്. അപ്പൊ ഇതിനെ യോജിപ്പിക്കാനാണ് ഉസ്നെ കഹാ കി വോ ബസാർ ഗയാ താ. മനസ്സിലായോ? ശരി, ഇനി അടുത്തൊരു സെന്റൻസ്. വീണാനെ ദേഖാ കി ദർവാസെ പർ കോയി ഖടാ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ കണ്ടു, എന്താ പറയാ, വാതിൽക്കൽ ആരോ നിൽക്കുന്നത്. മനസ്സിലായോ? വീണാനെ ദേക്ക, അവിടെ ക്രിയയാണ് ദേക്ക. അതിനുശേഷം എന്ത് വന്നു, കി. ഓക്കെ, ദർവാസെ പർ കോയി ഖടാ ഹൈ. മനസ്സിലാവുന്നുണ്ടോ? ശരി, ഇനി നമ്മുടെ ഈ കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കീ ആണ് അല്ലേ. നമ്മൾ അത്രയും ശ്രദ്ധിക്കാൻ വഴിയില്ല. ഇതൊക്കെ ഇതെങ്ങനെയാ, ഇത് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്? നമ്മൾ സ്ത്രീലിംഗം സെന്റൻസിന്റെ രണ്ടാമത്തെ വേർഡിന്റെ കേട്ടോ, ഫസ്റ്റ് പേരിന്റെ അല്ല, രണ്ടാമത്തെ വസ്തു അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ ആനിമൽ എന്തിന്റെ ആയാലും അതിന്റെ ലിങ്ക് നോക്കിയിട്ടാണ് ഈ കീ നമ്മൾ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ. യേ കിരൺ കി കാർ ഹെ, യേ കിരൺ കി, യഹ് കിരൺ കി കാർ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിരണിന്റെ കാറാണ്. എന്തുകൊണ്ടാണ് ഈ കീ വെച്ചു? കിരൺ ഞാൻ പറഞ്ഞു ഒരു ക്ലാസ്സിൽ അല്ലേ, കിരൺ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ അതല്ല നമ്മൾ നോക്കുന്നത്. അടുത്ത് വരുന്നത് നെക്സ്റ്റ് കാറാണ്, കാറ് സ്ത്രീലിംഗമാണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ കീ വന്നത്. അതിന് പകരം ഇപ്പൊ നമ്മൾ ബായി ആണ് പറയുന്നത് വിചാരിക്കും, കിരൺ ക ബായി ഹെ എന്നേ പറയുള്ളൂ. മനസ്സിലായി? അവിടെ ആ കീ വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഈ ലിംഗ് നോക്കിയിട്ടാണ്, സ്ത്രീലിംഗം വരുന്നിടത്താണ് നമ്മൾ കീ വെക്കുന്നത്, ഈ കീ. ഇനി അടുത്ത എക്സാമ്പിൾ. മോഹൻ കി ബഹൻ. മനസ്സിലായോ? മോഹൻ കി ബഹൻ, മോഹന്റെ സഹോദരി. അപ്പൊ അവിടെ സഹോദരിനെ നോക്കിയിട്ടാണ് നമ്മൾ ഈ കീ അവിടെ വെച്ചത്. കേട്ടല്ലോ? ശരി, ഇനി ഈ കീക്ക് വേറൊരു യൂസും കൂടി ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പാസ്റ്റിൽ പറയില്ലേ, നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ അത് സംസാരിക്കുമ്പോൾ ഈ കീ നമ്മൾ വെക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാം. ഈ കീ തന്നെ, കീ നമ്മൾ പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ. ഉസ്നെ പഠായി കി, മോഹൻ ജഗഡ കി. മനസ്സിലായി? പഠായി കി എന്ന് പറഞ്ഞാൽ അവൻ പഠിച്ചു കഴിഞ്ഞു. അതാണ് ഉസ്നെ പഠായി കി. അപ്പൊ അത് പാസ്റ്റാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ കീയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.